ഹലോ. അപ്പോൾ ഞാനിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിയൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എല്ലാം കുറച്ച് കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടു. നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വേവിക്കും. അപ്പോൾ അടച്ച് വേവിച്ചുമ്പോഴാണ് അത് മൊത്തം അങ്ങനെ വേവുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയണത്. അപ്പോൾ ബാക്കി വെള്ളം തന്നെ വേവുമ്പോൾ വന്നോളും. ഞാൻ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, പിന്നെ കായയുടെ തോല് ഒക്കെയാണ് കൂടുതലായിട്ട് എടുത്തേക്കണത്. പിന്നെ ബീൻസ്, മുരിങ്ങ പോലെ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്, അത് കുറച്ച് ജ്യൂസി ആവും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തു. കുറച്ച് വെള്ളം കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത്രയും വെള്ളം മതി. പിന്നെ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അത് വെന്തോളും. ശേഷം നമ്മൾ ഇനി അരപ്പ് ഉണ്ടാക്കാൻ പോവാണ്. തേങ്ങ, പച്ചമുളക്, ജീരകം, അത്രയാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ജീരകം, കുറച്ച് ഉപ്പും അതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ തൈര്, ഇതിൽ തൈര് ഇടുന്നുണ്ട്. അപ്പോൾ അരപ്പിന് തൈര് കിട്ടും. നേരത്തെ നമ്മൾ പുളി കുറച്ചിട്ടത് ആ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലായിടവും ഒരേപോലെ അരപ്പ് ചേരാൻ വേണ്ടിയിട്ട് ചെറിയ സിമ്മിൽ ആണ് ഇത് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ വെള്ളം വറ്റും.
അരപ്പ് ആവുകയും ചെയ്യും. കുറച്ച് അരപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ തേങ്ങ അരച്ചതിരിക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് നന്നായിട്ട് അരയേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് പറയും. അതുപോലെ ഒന്ന് ഒതുക്കിയാൽ മതിയാവും. നന്നായിട്ട് അരയണ്ട അവിയലിന്. അങ്ങനെ അതിനകത്തേക്ക് ഇട്ടു. കുറച്ച് നേരം ഒരു അരപ്പിലത് വേവുമ്പോൾ അതിനകത്ത് ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്കൊക്കെ ആയി. അങ്ങനെ നമ്മുടെ അവിയലായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും 2 കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡി. നമ്മൾ ആദ്യം ചെയ്തത് ഈ പച്ചക്കറികളൊക്കെ നീളത്തിലാണ് അരിഞ്ഞിട്ടത് വേവിക്കാൻ വെച്ചു. ആ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ തേങ്ങ അരപ്പുണ്ടാക്കി. തേങ്ങ, പച്ചമുളക്, ജീരകം, തൈര് അതൊഴിച്ച് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയാവും മിക്സിയിൽ. ഇത് അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവും. കുറച്ച് നേരം മതിയാവും. കാരണം വെച്ചാൽ എല്ലാം നമ്മൾ കനം കുറച്ച് അരിഞ്ഞേക്കണോണ്ട് വേഗമാവും. അതിലേക്ക് ഈ അരപ്പിടുന്നു. കുറച്ച് നേരം ഒന്നൊന്ന് അരിപ്പ എല്ലാത്തിലും ആവാനും ഒക്കെ ആയിട്ട് കുറച്ച് നേരം സമയം നമ്മൾ സിമ്മിലിടുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവിയൽ ആവും. അതെല്ലാം വെന്ത് അരപ്പൊക്കെ കുറച്ചും കൂടി അതിനകത്ത് ചേരും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, 2 കറിവേപ്പില ഇടുക. അതോടുകൂടി കഴിയും.